ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വരുന്നത്. ഇനി ഉണ്ണിയപ്പം ചുട്ടിട്ട് ആരും ശരിയായിട്ടില്ല എന്ന് ഈ വീഡിയോ കണ്ടിട്ട് ആരും പറയരുത് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ തയ്യാറാക്കാന്നുള്ള രീതിയായിട്ട് ഞാൻ ഇവിടെ കാണിക്കണത്. അപ്പോൾ 1 kg 1 കിലോ അരി കൊണ്ട് നമുക്ക് 100 ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് 2 കിലോന് അരി വെച്ചുകൊണ്ടാണ് കേട്ടോ. എനിക്ക് 200 ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കേക്കിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം സോഫ്റ്റ് ആവാനുള്ള ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? അരി കുറേ സമയം വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കുക. ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെന്നെങ്കിലും നമ്മൾ വെള്ളത്തിലിടണം. 1 കിലോ അരി വെച്ച് ചെയ്യുമ്പം 800 ശർക്കരയാണ് കേട്ടോ വേണ്ടത്. 2 കിലോ അരിക്ക് 1,600 ശർക്കര എടുത്തുക്കണം കേട്ടോ. അതിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടോ മെൽറ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ അരി അരച്ചെടുക്കുമ്പം ശർക്കര വെള്ളം നല്ലോണം ചൂടാറണം, ഒരു ഇളം ചൂട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അത് നെയ്യപ്പാണെങ്കിലും ഉണ്ണിയപ്പാണെങ്കിലും എന്താണെങ്കിലും അത് സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ നല്ലോണം വെള്ളത്തിൽ കിടന്നുകൊണ്ട് കുതിരണം. നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ളതാണെങ്കിൽ രാവിലെ തന്നെ അരി അരച്ചേക്കുക, തലേന്ന് വെള്ളത്തിലിടുക, അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മളെ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായി വന്നു കേട്ടോ. അപ്പം ഞാൻ അടുപ്പൊക്കെ ഓഫ് ചെയ്തു. അപ്പം ഇതെനിക്ക് ചൂടാറാൻ കാത്തിക്കാനൊന്നും സമയമല്ല കേട്ടോ. ഇത് രാത്രിയാണ് ഞാൻ അരച്ചെടുക്കണത്. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീച്ച് വന്നപ്പോൾ ഫസ്റ്റ് തന്നെ അരി വെള്ളത്തിലിട്ടിട്ട് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ എടുത്തത്. ഇപ്പം ഇത് രാത്രിയാണ് ഞാൻ അരച്ചെടുക്കണത്. നാളെ രാവിലെയാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഈ ഉണ്ണിയപ്പം എനിക്ക് ഉച്ചക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 11 മണിക്കാണ് ചുടൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിലാട്ടോ ഞാൻ ചൂടാറാൻ വെച്ചിരിക്കണത്. അപ്പം നമുക്ക് അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇതൊക്കെ വേണ്ട സാധനങ്ങൾ കേട്ടോ. ഏലക്ക വേണം, അതേപോലെ നല്ല ജീരകം വേണം, പിന്നെ മൈദ, അതേപോലെ മൈസൂർ പഴം ഉണ്ടല്ലോ, ചെറുപഴം, അതും വേണം. അതൊക്കെ ഞാൻ അളവ് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അരിയൊക്കെ അരച്ചെടുക്കാം. അപ്പം ഞാൻ 3-4 ട്രിപ്പായി കണ്ടാണ് കേട്ടോ അരിയൊക്കെ അരച്ചെടുത്തത്. അങ്ങനെ മിക്സിൻ്റെ ജാറൊക്കെ ഞാൻ കഴുകിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണം. നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഊറ്റി വെച്ച അരിക്ക് 2 ടീസ്പൂണ് ചെറിയ ജീരകം അഥവാ നല്ല ജീരകം അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 പീസ് ഏലക്ക, അതേപോലെ ചെറുപഴം 3 പഴം കേട്ടോ. അപ്പോൾ ഒരു 20 നാഴി അരി ഉണ്ടാവും, 2 നാഴി അരി ഉണ്ടാവും കേട്ടോ ഈ ജാറിൽ. അപ്പം 4 ട്രിപ്പായി കണ്ടാണല്ലോ ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ ഒരു ജാറിൽ 2 നാഴി അരി ഉണ്ടാവും. നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഒരു ജാറിൽ എന്തൊക്കെ ഇട്ടെടുത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം ഇനി 2 കയ്യിൽ, നമ്മൾ കഞ്ഞിക്കയിലുണ്ടാവില്ല, കഞ്ഞി കുടിക്കണ കയ്യിലിന് 2 കയ്യിൽ മൈദ, പിന്നെ നമ്മൾ ചൂടാറിയ ശർക്കര അരിച്ചെടുത്തുങ്ങാണ്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ മുന്നേ കുറേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെ കമൻറ്റ് ഉണ്ടാകലുണ്ട്. അപ്പോൾ ഞാനിതിൽ വിശദമായിങ്ങാണ്ട് പറയുന്നുണ്ട്. അപ്പം ആർക്കും ഇനി ഇതുണ്ടാക്കിയിട്ട് നന്നാവാതൊക്കെ ഇതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. ശരിക്കും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. അപ്പം നിറച്ചുണ്ട്, മിക്സിൻ്റെ ജാറിൽ നിറച്ചുണ്ടല്ലോ, ഇത് ജ്യൂസിൻ്റെ ജാറാണ് കേട്ടോ. അപ്പം മിക്സിയിൽ ഞാൻ ഈ ശർക്കര വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഫൈനായിട്ട് അരയില്ല കേട്ടോ. നമ്മൾ ശർക്കര വെള്ളം കൊണ്ട് അരക്കുന്നത് കാരണം ഒരു തരി ഒരു പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് തരിതരിയേനെ ഉണ്ടാവുക. അപ്പം നമുക്കൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റത്തെ ട്രിപ്പ് അരച്ചെടുത്തത് ഒരു കലത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത ട്രിപ്പും ഇതേമാതിരി റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ വലിയ പഴമാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു മീഡിയം പഴമാണെങ്കിൽ 3 എണ്ണം വേണം. അപ്പോൾ 2 കയ്യിൽ മൈദ, 3 ഏലക്ക, 2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ശർക്കര വെള്ളം. ശർക്കര വെള്ളം നല്ല ചൂട് പാടില്ല കേട്ടോ, ഒരു ഇളം ചൂട് മതി. ഇനി തണുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഓരോരുത്തരെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോയിൽ. എത്രയായിട്ടും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ശരിയാവണില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ചിലർ പറയും ചുട്ട് കഴിഞ്ഞാൽ കല്ല് പോലെയാണെന്നൊക്കെ. അതൊന്നും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി കണ്ടാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ അരി അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ശർക്കര വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തങ്ങാണ്ടും അരി അരച്ചെടുക്കാം. അതേപോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ടൈറ്റ് ആണെങ്കിലും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് കറക്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊരു ടീസ്പൂണ് നമ്മൾ അപ്പസോഡ ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ, അതിട്ട് കൊടുത്തങ്ങാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ നെയ്യപ്പത്തിൻ്റെ കട്ടിയിലല്ലോ കേട്ടോ, അതിലേറെ ഒന്ന് ലൂസ് വേണം മാവ്. അങ്ങനെ ഇത് രാത്രി ഞാൻ അടച്ചു വെച്ചു. ഇനി പിറ്റേന്ന് ഒരു 11 മണി മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ചുട്ടെടുക്കണത്. അപ്പം ഞാൻ അതൊക്കെ തേങ്ങാക്കൊത്ത് വറവിട്ടുങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് വറവിട്ടുങ്ങാണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂണ് നെയ്യ് ഉണ്ടല്ലോ, മിൽമൻ്റെ നെയ്യ്, അത് ഏത് നെയ്യായാലും മതി കേട്ടോ, അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിനി അതിട്ടെടുത്തുകൊണ്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നല്ലോണം മൂത്ത് വന്നപ്പോൾ ഗ്യാസൊക്കെ സിമ്മിലാക്കിട്ടോ. പിന്നെ ഞാനേക്ക് 2 ടേബിൾ സ്പൂണ് കരിഞ്ചീരകം ഉണ്ടല്ലോ, അതായ നെയ്യ്ക്ക് അങ്ങോട്ട് നമ്മൾ ഈ വയറ്റി വെച്ച തേങ്ങാക്കൊത്തുണ്ടല്ലോ ഈ കണ്ട് ഇട്ടെടുത്തങ്ങാണ്ട് വേഗം അങ്ങോട്ട് ഓഫാക്കുക. അപ്പോൾ ആ ചൂടിൽ കടന്നുങ്ങാണ്ട് ഒന്നാണ് മൊരിഞ്ഞ് വരും അത്. എന്നിട്ട് നമ്മളെ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യിൽ നിന്ന് ഊറ്റെടുക്കരുത് കേട്ടോ, ആ നെയ്യോട് കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്കതൊക്കെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതിട്ട് കൊടുക്കുക. അത് അരച്ചപ്പം ചേർത്ത് കൊടുത്തുക്കണം കേട്ടോ, എന്നാലും ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പച്ചക്ക് ഇങ്ങനെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഗ്യാസിലാട്ടോ ചുട്ടെടുക്കണത്. അപ്പോൾ ഉണ്ണിയപ്പം ചട്ടി ആകുമ്പോൾ ഗ്യാസ് ഇങ്ങനെ നിൽക്കൂലല്ലോ, അപ്പം അതിന് ഞാൻ ആലുവാടുപ്പിൻ്റെ വട്ടുണ്ടല്ലോ അത് വെച്ചെടുത്തുകൊണ്ട് അതിന് വെച്ചെടുത്താൽ നല്ല സിമ്പിളായി അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ 2 ചട്ടി ഉണ്ട്, 2 അടുപ്പത്തും അങ്ങനെ നമ്മളെ റിങ് ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് അങ്ങനെ ചട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. അത്രക്കും വിശദമായങ്ങാണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കറക്റ്റായിങ്ങാണ്ട് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ 200 ഉണ്ണിയപ്പം ഞാൻ 1 ലിറ്റർ ഓയിലാട്ടോ ചുട്ടെടുത്തത്, 1 ലിറ്റർ കണക്കാണ്. അങ്ങനെ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ. എണ്ണയും തന്നെ നല്ലോണം ചൂടായിട്ട് വേണം നമ്മളെ മാവ് ഒഴിച്ചു കൊടുക്കാൻ. നമ്മളത് ഏതൊരു കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് സംഭവം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളെ ചട്ടി നല്ലോണം ചൂടാവണം. ചട്ടി ചൂടാകുന്നുണ്ടല്ലോ ചിലവർ വേഗം വെളിച്ചെണ്ണ ഒഴിക്കും, വൈക്കണം കടുകിടും, അങ്ങനെ ചെയ്യുമല്ലോ. അത് ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ചട്ടി നല്ലോണം ചൂടായിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഉള്ളിയാണെങ്കിലും കടുകാണെങ്കിലും ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ആയാലേ നമ്മൾ ആ ഉണ്ടാക്കുന്ന കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കടം വഹിച്ചമാതിരി തന്നെ ഉണ്ടാക്കുക. ഇങ്ങനെ ചെയ്യണം. ചട്ടി നല്ലോണം ചൂടാവണം, ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ. എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായിട്ട് വേണം നമ്മൾ ഉലുവയാണെങ്കിലും കടുകാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി സവാള വയറ്റാണെങ്കിലും നല്ലോണം എണ്ണ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതൊക്കെ ഓരോരോ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ നല്ല കറക്റ്റായി കിട്ടണമെങ്കിൽ നല്ലോണം ചട്ടി ചൂടാകുക, എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ട് നമ്മളെ മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ തകൃതായി 2 അടുപ്പിലും ചുട്ടെടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് എനിക്കിത് ചുട്ടെടുത്തിട്ട് ഇത് കൊടുത്തിട്ട് വേറെ പുറത്തൊന്ന് പോവാനുണ്ട്. അപ്പം ഗ്യാസ് ഇങ്ങനെ ഇടയ്ക്ക് ചൂടേറുകയാണെങ്കിൽ ഒന്ന് സിമ്മിലാക്കി കൊടുക്കുക, പിന്നെ ഒന്ന് കൂട്ടി കൊടുക്കുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അടുപ്പത്താണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മളെ 200 ഉണ്ണിയപ്പം ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പങ്ങളൊക്കെ ഉഷാറായിങ്ങാണ്ട് നല്ല സോഫ്റ്റ് ആയിങ്ങാണ്ട് കിട്ടിയിരിക്കണേ. അപ്പം ഇതുവരേക്കും ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തപോലെ എന്തായാലും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ഉണ്ണിയപ്പമൊക്കെ നല്ല സോഫ്റ്റ് ആയോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിങ്ങനെ കയ്യിലെടുത്തുങ്ങാണ്ട് ഇങ്ങനെ ഞെക്കി കാണിച്ചു തരും കേട്ടോ. കാരണം അത്രക്കും സോഫ്റ്റാണ്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പം കിട്ടും. കാരണം ഉണ്ണിയപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ട് വേണം ഇനി പാക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക, അതാണ് നിങ്ങൾ ആദ്യം വേണ്ടത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും നമ്മളെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണ്ടേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.